ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 849 ദിവസം. ഇന്ന് പെസഹ വ്യാഴാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് 22 അധ്യായം 14 മുതൽ 30 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. കാൽവരിയിലെ ക്രൂശിൽ ബലിയായിത്തീരുന്നതിൻ്റെ മുന്നോടിയായി പരിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ ആരംഭമായി ബലിയർപ്പകനും ബലിവസ്തുവും ഒന്നാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോടായിട്ട് കൽപ്പിച്ചു, ഇത് എൻ്റെ ശരീരം, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. ഇതെൻ്റെ രക്തം, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക. പ്രിയമുള്ളവരെ, കർത്താവിന് തൻ്റെ മക്കളോടുള്ളതായ സ്നേഹമാണ് ഇതിലൂടെ നാം കാണുന്നത്. കർത്താവിൻ്റെ സ്നേഹം അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്, കൊടുക്കുന്ന സ്നേഹമാണ്, പൊറുക്കുന്ന സ്നേഹമാണ്, എല്ലാം സഹിക്കുന്ന സ്നേഹമാണ്. തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈയും മേശപ്പുറത്തുണ്ട് എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് അറിയാമായിരുന്നിട്ടും അവനെയും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, പ്രിയമുള്ളവരെ, ക്ഷമിക്കുന്ന സ്നേഹം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ളതിനെ ചൊല്ലി ഒരു വലിയ തർക്കം അവരുടെ ഇടയിലുണ്ടായപ്പോൾ യേശുതമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയവനെ പോലെയും നായകൻ പരിചാരകനെ പോലെയും ആയിരിക്കണം എന്ന്. ജീവിതത്തിൽ വലിയവരാകുവാനായിട്ട് നാം മത്സരിക്കുകയല്ലേ? പല കുടുംബ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിലുള്ളതായ ഒരു കാരണം ഈ മത്സരമാണ്. ക്ഷമിച്ച് സ്നേഹിക്കുവാൻ, പൊറുക്കുവാൻ, സഹിക്കുവാൻ ഇന്ന് ആർക്കും മനസ്സില്ലാതായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ക്ഷമിക്കുവാനാണ്, ക്ഷമിച്ച് സ്നേഹിക്കുവാനാണ്, എല്ലാം സഹിക്കുവാനും പൊറുക്കുവാനുമാണ്. പ്രിയമുള്ളവരെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, ഈ ലോകത്തെ മനഞ്ഞവൻ, നമ്മളെല്ലാം പരിപാലിക്കുന്നവൻ ഒരു അപ്പമായി ചെറുതായി നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്കും സാധിക്കും. ആ ക്രിസ്തുവിൻ്റെ മനോഭാവം എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയവരാകുവാൻ മത്സരിച്ച് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ദിനവും കർത്താവിനെ ശ്രവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കട്ടെ. മറ്റുള്ളവർക്ക് ആ സ്നേഹത്തെ പകുത്തു കൊടുക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയും കൃപയും ആവോളം നുകരുവാൻ ദൈവം നമ്മളെല്ലാം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പെസഹ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.